ആകട്ടെ. പൊക്കൂടെ പൊക്കൂടെ ഒന്ന് നിയത്ത് ചെയ്തേ, ഒന്ന് എഴുന്നേറ്റ് നിന്നെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പോയവർക്കും പോകാൻ കേട്ടാ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോ വീടും പറമ്പെല്ലാം ഗവൺമെന്റ് കൊണ്ടുപോയല്ലേ, വിറ്റിട്ട് പോയാരെ. വീടും പറമ്പൊക്കെ വിട്ടിട്ട് ഹജ്ജിന് പോകും. കുറച്ച് കഴിഞ്ഞാൽ പോകാനും പറ്റൂല. അതല്ലേ അവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഹജ്ജിന് പോകാൻ പൈസ ഇല്ലല്ലേ? ഹജ്ജിന് പോകാൻ പൈസ ഇല്ലല്ലേ? എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു സൂറത്തു സജദ 3 പേജുണ്ട്. ഈ ഒരൊറ്റ സൂറത്ത് ഓതിയ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ. ഉസ്താദെ, വീട്ടിൽ ഷർറ ഉസ്താദെ, ശൈത്താന്റെ ഉപദ്രവം ഉണ്ട് ഉസ്താദെ. എന്ത് കിട്ടിയാലും തികയുന്നില്ല ഉസ്താദെ. മക്കളൊക്കെ കടന്ന് കുരുത്തക്കേടാ ഉസ്താദെ. ഇല്ലേ, കന്നിമൂലയൊക്കെ കുറ്റം പറയുന്നവർ സൂറത്തുർ റഹ്മാൻ ഓത്. നിന്റെ വീടിന്റെ അകത്തിരുന്നിട്ട് എപ്പോഴെങ്കിലും സൂറത്തുർ റഹ്മാൻ ഓത്. ശൈത്താനിന്റെ ഉപദ്രവം മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത് പ്രതിഫലം എന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് വിറച്ച ഒരു ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരൻ പേടിച്ച് നിൽക്കുക. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ പറ്റിയത് നബിയെ? ഇന്നലെ രാത്രി ഞാനൊരു യാത്ര കഴിഞ്ഞു വരുമ്പോ ഒരു കച്ചവടക്കാരനാ ഇബ്നു അബ്ബാസ് തങ്ങൾ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാനൊരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ക്ഷീണം കാരണം ഞാൻ ഒരു സ്ഥലത്ത് തമ്പ് കെട്ടിയിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തിൽ നല്ല ഉറങ്ങിക്കഴിഞ്ഞപ്പോ ആരോ സൂറത്തുൽ മുൽക്ക് ഓതുന്നു. തബാറക്കല്ലദീ ബിയദിഹിൽ ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് ആരോ ഓതുന്നുണ്ട്. ഈ ചങ്ങാതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് 4 ഭാഗത്ത് നോക്കുന്നു. ആരാ ഓതുന്നേ? ആരെയും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. അള്ളാഹു ചെറുപ്പക്കാരൻ വിചാരിച്ചു തോന്നിയതായിരിക്കും. പിന്നെയും കടന്നു. ഇല്ല, പിന്നെയും ആരോ ഓതുന്നു. എഴുന്നേറ്റ് നോക്കി, ആരെയും കാണുന്നില്ല. രണ്ടാമതും നോക്കി, ഒരാളെയും കാണുന്നില്ല. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ കടന്നു. മൂന്നാമതും സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ടപ്പോ ചെറുപ്പക്കാരന് മനസ്സിലായി, ഇത് ഓതുന്നത് ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ നിന്നാണ് ഖുർആൻ കേൾക്കുന്നത് എന്ന് മനസ്സിലായി. താനെ തമ്പിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് തുണി അങ്ങോട്ട് എടുത്തു മാറ്റി നോക്കിയപ്പോ ഈ ചങ്ങാതി കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാ. ആ ഖബറിന്റെ അകത്തിരുന്നിട്ട് ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതുകയാ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഈ ചെറുപ്പക്കാരൻ പേടിച്ചു വിറച്ചുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഖബറിന്റെ അകത്തിരുന്നിട്ട് ഒരാള് സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഞാൻ കേട്ടു നബിയെ. മുത്തുനബി ചോദിക്കുക, അതാ വലിയ അത്ഭുതം. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവന്റെ മണ്ണറ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സിനിമയുടെയും സീരിയലിന്റെയും മുന്നിലിരിക്കുന്ന സമയമാണ്. മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞാല് അല്ലാഹുവേ, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? സൂറത്തുൽ വാഖിഅ. ഒരിക്കലും നിനക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. തന്റെ പെൺമക്കളെ കെട്ടിക്കാൻ പിരിവിന് നടക്കണ്ട. ഒരുത്തന്റെ വീടിന്റെ മുന്നിലും നീ പോയി നിന്റെ ഭർത്താവിനെ വിട്ടിട്ട് കൈനീട്ടി യാചിപ്പിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. സൂറത്തുൽ വാഖിഅ ഓതിയാ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. 2 സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ ഓതിയാൽ നിന്റെ വീടിന്റെ അകത്തുള്ള സർവ്വ മുസീബത്തുകളും മാറുകയാണ്. സർവ്വ സിഹ്റും ബാത്തിലാവുകയാണ്. സർവ്വ കൂടോത്രങ്ങളും നശിക്കുകയാണ്. സർവ്വ പ്രാക്കുണ്ടല്ലോ, സർവ്വ ശാപമുണ്ടല്ലോ, നേരുണ്ടല്ലോ. സൂറത്തുർ റഹ്മാൻ ഓതിയാൽ എല്ലാം അല്ലാഹു പൊട്ടിച്ചു കളയുകയാ. അത് കഴിഞ്ഞു റബ്ബേ സൂറത്തുൽ സജദ ഓതിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ വീടിന്റെ അകത്തിരുന്ന് ഹജ്ജ് ചെയ്യാൻ 3 പേജുള്ള പടച്ചവനെ 3 പേജുള്ള സൂറത്തു സജദ ഓതിയ ഹജ്ജിന്റെ പ്രതിഫലമാ.